ഓഗസ്റ്റ് 10 തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിൻ്റെ മുന്നോടിയായി നടക്കുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശ യാത്രയുടെ പോസ്റ്റർ പ്രകാശനം KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് മാർ ബസേലിയോസ് ബാവ നിർവഹിച്ചു. മനുഷ്യജീവന്റെ സംരക്ഷണത്തിനായി മുഴുവൻ മനുഷ്യരും പ്രസ്ഥാനങ്ങളും പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാലാരിവട്ടം POCയിൽ നടന്ന സമ്മേളനത്തിൽ KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് മാർ ബസേലിയോസ് ബാവ, KCBC പ്രോലൈഫ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, വൈസ് ചെയർമാൻമാരായ മാർ ജോസ് പുളിക്കൽ, ബിഷപ്പ് യോഹന്നാൻ മാർ തിയോഡോഷ്യസ് ബാവ, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി, KCBC പ്രോലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, പ്രസിഡന്റ് ജോൺസൺ ചൂരേപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ, ആനിമേറ്റർ സബു ജോസ്, KCBC ജാഗ്രത കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. 1971 മുതൽ അബോർഷൻ നിയമവിധേയമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. 20 ആഴ്ച പ്രായമായ ഒരു കുട്ടിയെ കൊല്ലാൻ നമ്മുടെ രാജ്യം അനുവദിക്കുന്നു. ഏറ്റവും പുതിയ ഹൈക്കോടതി വിധി അനുസരിച്ച് 32 ആഴ്ച പ്രായമുള്ള ഒരു കുട്ടി, എന്നാൽ 8 മാസം പ്രായമുള്ള കുട്ടിയെ വരെ കൊന്നുകളയാൻ നമുക്ക് സാധിക്കുന്നു. അമ്മയുടെ ജീവൻ, അവളുടെ ആത്മീയമായ പ്രശ്നം, അവളുടെ വൈകാരികമായ പ്രശ്നം, അതിനുള്ള പ്രതിവിധി. ഞങ്ങൾ ഇവിടെ പൊരുതുന്നത് ജീവന് വേണ്ടിയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവന് വേണ്ടി പൊരുതാൻ വാദിക്കാൻ ആരുണ്ട് എന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ആ ഒരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മനുഷ്യജീവനേക്കാൾ വിലമതിക്കുന്ന മൃഗങ്ങളുടെ ജീവനെ കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു. ഇത് അത്യന്തം ഭയാനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇത്തരുണത്തിൽ നമുക്കറിയാം, ആഗോളതലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജീവന് വേണ്ടി പ്രതിഷേധിക്കുവാനായിട്ട്, ജീവന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് അനേകം പേർ നിലകൊള്ളുന്നുണ്ട്. അവിടുത്തെ പ്രോലൈഫേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ശക്തമായ ഒരു നേതൃത്വമാണ് പ്രോലൈഫേഴ്സ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാരതത്തിൽ അത് 2022 മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. 2022 ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ആദ്യത്തെ മാർച്ച് ഫോർ ലൈഫ്, ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടന്നത്. അത് കഴിഞ്ഞ വർഷം പൂനെയിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്, ആ റാലി നടന്നത്. എന്നാൽ ഈ വർഷം കേരളത്തിൽ നടത്തണമെന്ന പ്രോലൈഫേഴ്സിൻ്റെ വലിയ ആഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഓഗസ്റ്റ് 10 തൃശ്ശൂരിൽ വെച്ച് മാർച്ച് ഫോർ ലൈഫ് നടക്കുകയാണ്. കേരള മാർച്ച് ഫോർ ലൈഫ് ജൂലൈ 2 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ആരംഭിക്കും. 14 ജില്ലകളിലെ 32 രൂപതകളിലൂടെ സഞ്ചരിക്കുന്ന ജീവസംരക്ഷണ സന്ദേശ യാത്ര 300ഓളം കേന്ദ്രങ്ങളിൽ പ്രോലൈഫ് യോഗങ്ങൾ സംഘടിപ്പിക്കും. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാർച്ച് ഫോർ ലൈഫും നടക്കും. KCBC പ്രോലൈഫ് സമിതി നേതൃത്വം നൽകുന്ന യാത്രയിൽ ആനിമേറ്റർമാരായ സാബു ജോസ്, ജോർജ് F സേവിയർ, സിസ്റ്റർ മേരി ജോർജ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിസ്ലിൻ ജോ, ആന്റണി പത്രോസ്, ഡോക്ടർ ഫ്രാൻസിസ് J ആറാടൻ, സെമിലി സുനിൽ, യുഗേഷ് പുളിക്കൻ, നോബർട്ട് കക്കാരിയിൽ തുടങ്ങിയവരും സംസാരിക്കും. മജീഷ്യൻ ജോയ്സ് മുക്കുടത്തിൻ്റെ പ്രോലൈഫ് മാജിക് ഷോയും ജീവസംരക്ഷണത്തിനായുള്ള ഒപ്പുശേഖരണവും ഉണ്ടായിരിക്കും. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന മാർച്ച് ഫോർ ലൈഫിനെ തുടർന്ന് ജീവനെതിരെയുള്ള നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമ്മോറാണ്ടം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൈമാറുന്നതിനായി അതത് ജില്ലാ കളക്ടർമാർക്കും സമർപ്പിക്കും.